അമ്മേ ശരണം ദേവീ ശരണം. നമസ്തേ സജ്ജനങ്ങളെ, അനന്തപുരിയിലെ ഉത്സവ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ ഭക്തി നിർഭരവും ആചാര അനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്രോത്സവങ്ങൾക്കും പ്രാധാന്യം നൽകി വീഡിയോ പകർപ്പായി സൂക്ഷിക്കുന്ന ഞങ്ങളുടെ സംരംഭത്തിൽ ഇന്ന് തിരുവനന്തപുരം പൂജപ്പുര നടുതല ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ 2025 നടന്നുകൊണ്ടിരിക്കുന്ന പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി 108 ദിവസം കൊണ്ട് ബാലാലയത്തിൽ നിന്നും ദേവിയെ ശ്രീകോവിൽ പ്രതിഷ്ഠിക്കുകയും തുടർന്ന് ഉപദേവതകളായ ഗണപതി ഭഗവാന്റെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും ആലയങ്ങൾ പുതുക്കിപ്പണിത് പ്രതിഷ്ഠ നടത്തുകയും ഉണ്ടായി. കൂടാതെ ഓഫീസും തിടപ്പള്ളിയും പണി പൂർത്തീകരിക്കുകയുണ്ടായി. 800 വർഷത്തിൽ പരം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനം 2ാം ഘട്ടം നടക്കുന്നതിൻ്റെ ഭാഗമായി ക്ഷേത്ര സെക്രട്ടറി, മേൽശാന്തി, ക്ഷേത്രശില്പി മറ്റുള്ളവർ 2025 സെപ്റ്റംബർ 28-ാം തീയതി ഞങ്ങളുടെ ചാനലിന് നൽകിയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ സസന്തോഷം ഈ വീഡിയോയിലൂടെ സജ്ജനങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു. നടുതല ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി ഈ വീഡിയോ കാണുന്ന എല്ലാ സജ്ജനങ്ങളും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുകയും ഈ മഹത് സംരംഭത്തിൻ്റെ വിജയത്തിലേക്കായി ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുകയും എല്ലാവർക്കും ദേവിയുടെ കൃപാകടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രവിലാസം: നടുതല ശ്രീ ഭഗവതി ക്ഷേത്രം, ചാടിയറ, പൂജപ്പുര, തിരുവനന്തപുരം. മറ്റൊരു ക്ഷേത്ര വിശേഷവുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
നമസ്തേ സജ്ജനങ്ങളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പൂജപ്പുര നടുതല ഭഗവതി ക്ഷേത്രത്തിലാണ്. 750 വർഷത്തിൽ പരം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ക്ഷേത്ര ഭാരവാഹികളും ക്ഷേത്രശില്പികളും നമ്മളോടൊപ്പം വിവരിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ജിനേഷാണ്. ഞാൻ അമ്പലത്തിലെ സെക്രട്ടറിയാണ്. പൂജപ്പുര ശ്രീ നടുതല ഭഗവതി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ നാമം വരുന്നത്. ഇത് പൂജപ്പുരയിൽ ചാടിയറ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. 800 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഈ അമ്പലം 2022 സെപ്റ്റംബർ 1 ദേവപ്രശ്നം നടത്തുകയും അത് പ്രകാരം പുനരുദ്ധാരണം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. സെപ്റ്റംബർ മാസം 1 ക്ഷേത്രം തന്ത്രി വഞ്ചിയൂർ അത്തിറമഠം രാമരു അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി ബുധനൂർ വിനോദ് അദ്ദേഹമാണ് ഇവിടെ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയത്. അത് പ്രകാരം ക്ഷേത്രം പുനരുദ്ധാരണം നടത്തുവാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. പ്രശസ്ത വാസ്തു പണ്ഡിതൻ ശ്രീ കാണിപ്പേർ കുട്ടൻ നമ്പൂതിരി അദ്ദേഹമാണ് ഇതിൻ്റെ വാസ്തുവിൻ്റെ കാര്യങ്ങൾ നോക്കിയതും അത് പ്രകാരം അദ്ദേഹം തന്ന അളവ് വെച്ച് ക്ഷേത്രം മുൻപിരുന്ന അതേ അളവിൽ ഒരു മാറ്റം വരുത്താതെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രം ഇത്രയും ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചത്. പൂർവികരായിട്ടുള്ളവർ ഈ ക്ഷേത്രം 57 അടി ഇലങ്കം എന്ന കണക്കിലാണ് നിർമ്മിച്ചിരുന്നത്. അതേ കണക്കിൽ തന്നെ ഒരു വ്യത്യാസമില്ലാതെ തന്നെ നമുക്ക് ക്ഷേത്രം പുനർനിർമ്മിക്കാൻ വേണ്ടി സാധിച്ചു. കേരളത്തിൽ തന്നെ 57 അടി ഇലങ്ക ഉള്ള ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ്. തിരുവനന്തപുരത്തും ഇലങ്കത്തിനുള്ളിൽ ശ്രീകോവിലുള്ള ഒരേ ഒരു അമ്പലം ശ്രീ നടുതല ഭഗവതി ക്ഷേത്രം. മുരുകഭഗവാനും ഗണപതി ഭഗവാനും യോഗീശ്വരൻ, ബ്രഹ്മരക്ഷസും, ശക്തിസ്വരൂപൻ, ഭൂതത്തൻ, മരുത തുടങ്ങിയ ഉപദേവന്മാരും കൂടാതെ നാഗരികാവ് ഇപ്പോഴും അതേ കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ നാഗരികാവിനെ നമ്മൾ പരിപാലിച്ചു പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇപ്പം കാവിനെ കാവായിട്ട് നിലനിർത്തി പോകുന്നുള്ളൂ. 2024 നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പണി തുടങ്ങിയത്. 2024 സെപ്റ്റംബർ 11 നമുക്ക് എഗ്രിമെൻ്റ് ചെയ്യുകയും ഒക്ടോബർ മാസം 10 ദേവിയെ ഉപദേവന്മാരെയും ബാലാല പ്രതിഷ്ഠ നടത്തുകയും നവംബർ മാസം 16 കുറ്റിയിറക്കുകയും നവംബർ മാസം 22 തറക്കല്ലിടുകയും ചെയ്തു. ഡിസംബർ മാസം 16 പാതകം വച്ചതിന് ശേഷം 108 ദിവസം കൊണ്ട് നമുക്ക് ഭഗവതിയെ ശ്രീകോവിലിനുള്ളിൽ തിരിച്ച് പ്രതിഷ്ഠിക്കാൻ വേണ്ടി സാധിച്ചു. ക്ഷേത്രം തന്ത്രി ശ്രീ വഞ്ചിയൂർ അത്തിറമഠം നാരായണഗുരു രാമരു അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ ഏപ്രിൽ 3 2025 ഏപ്രിൽ 3 പുനഃപ്രതിഷ്ഠ നടത്തുവാനും സാധിച്ചു. മേൽശാന്തി ഇപ്പം സേവനം അനുഷ്ഠിക്കുന്നത് ബ്രഹ്മശ്രീ MS ശ്രീരാജ് കൃഷ്ണൻ പോറ്റി അവർകളാണ്. ഈ ക്ഷേത്രത്തിലെ ഉത്സവം വരുന്നത് മീനമാസത്തിലെ ചിത്രയ്ക്കാണ് പൊങ്കാല. 8 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടത്തുന്നത്. കൂടാതെ 26ാമത് ശ്രീമദ് ഭാഗവത സപ്തായജ്ഞം നടത്തുകയുണ്ടായി. ഈ ക്ഷേത്രം ഇത്രയും വേഗം പണി പൂർത്തീകരിക്കാൻ സാധിച്ച നല്ലവരായ നാട്ടുകാരുടെയും കൂടാതെ തന്നെ നമ്മുടെ മാതൃസമിതിയുടെ അമ്മമാർ ഇതിന് നമ്മൾ തുടക്കം മുതൽ ഇതിൻ്റെ എല്ലാ പിരിവുകൾക്കും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നടുതല മാതൃസമിതിയുടെ അമ്മമാരുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. ഇതിപ്പം ക്ഷേത്രത്തിൻ്റെ 2ാം ഘട്ട പണി തുടങ്ങിയിരിക്കുകയാണ്. ഇതുവരെ 1,36,00,000 രൂപ നമുക്ക് പണിയാൻ വേണ്ടി ചിലവായിട്ടുണ്ട്. ഇനി 1 കോടി രൂപയുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഈ അമ്പലത്തെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു അഭ്യർത്ഥനയുണ്ട്. അമ്മേ നാരായണ, ദേവി നാരായണ, അഭീഷ്ടവരദായിനിയും സർവൈശ്വര്യകാരിണിയും അന്നദാനേശ്വരിയുമായ നടുതല ദേവീക്ഷേത്രത്തിൽ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് മേശാന്തിയായിട്ട് സേവനം അനുഷ്ഠിക്കാൻ കഴിഞ്ഞത് തന്നെ മുൻജന്മ സൗഹൃദവും ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ഈശ്വരാധീനമായിട്ട് തന്നെ കരുതിക്കൊണ്ട് തന്നെ പറയട്ടെ. കേരളത്തിനകത്ത് വിരളമായിട്ട് ഇത്തരം ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ക്ഷേത്രം ഉണ്ടാകും. കാരണം ഇലങ്കത്തിനകത്ത് ഭദ്രയും ദുർഗയും തുല്യ സ്ഥാനത്തായിട്ട് അല്ലെങ്കിൽ തുല്യ പ്രാധാന്യത്തോടെ ഇരിക്കുന്ന ഒരു ഒറ്റ ക്ഷേത്രം ഇത് തന്നെ ആയിരിക്കും. അഭീഷ്ടവരദായിനിയാണ്. കാര്യം എന്ത് കാര്യം അമ്മയുടെ ഒന്ന് കാര്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിലും അപ്പോൾ തന്നെ സാധിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് അമ്മയുടെ രീതി. കൂടാതെ തന്നെ അഹം എന്ന് പറഞ്ഞ പ്രപഞ്ചമാണ്. അപ്പോൾ പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. എന്ത് കാര്യവും മനസ്സോടുകൂടി വന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ സാധിച്ചു കൊടുക്കുന്നൊരവസ്ഥയാണ്. നവദുർഗാ ഭാവിനിയാണ്. 9 ദുർഗയുടെ ഭാവങ്ങളിലാണ് ഭാവങ്ങൾ മാറി മാറി വരുന്നത്. നമ്മൾ ഓരോ പൂജാ നേരങ്ങളിലും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ആ ഭാവം മാറി മാറി വരുന്നത്. കൂടാതെ തന്നെ നമ്മൾ ഇവിടെ പുനരുദ്ധാരണം എന്നൊരവസ്ഥ ഉടനെ കഴിഞ്ഞതേ ഉള്ളൂ. 1ാം ഘട്ടം കഴിഞ്ഞ് 2ാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഭഗവതിയുടെ ആ ഒരു ചൈതന്യത്തിൻ്റെ കാര്യം എടുത്തു പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എണ്ണപ്പെട്ട ദിവസങ്ങൾക്കുള്ളിൽ ഒരു മഹാക്ഷേത്രം പണിതീരുക എന്ന് പറയുമ്പോൾ അത് ഭഗവതിയുടെ ഒരു അനുഗ്രഹം പോലെ തന്നെ ശില്പിയാണെങ്കിലും ശരി, നമ്മുടെ ഇവിടെ ഓരോ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് വന്ന തൊഴിലാളികളാണെങ്കിലും ശരി, ഒരേ മനസ്സോടും ശരീരത്തോടു കൂടി ജോലി ചെയ്യാനായിട്ട് അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ട് അവർക്കുണ്ടായി എന്ന് തന്നെ പറയണം. കാര്യം ബാലാലയത്തിലോട്ട് ഭഗവതി ആയതിനു ശേഷം 150 ദിവസത്തിനകത്ത്
ഇത്രയും നല്ല രീതിയിൽ അളവും കണക്കൊത്തൊരു യലങ്കം പണിയുക എന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല. അത് ഭഗവതിയുടെ അനുഗ്രഹം തന്നെയാണ്, തീർച്ചയായിട്ടും അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കൂടാതെ തന്നെ ഇവിടെ എല്ലാ വഴിപാടുകളും വളരെ പ്രാധാന്യമുള്ളതാണ്. ഭഗവതിയുടെ ചിത്തിരനാളിൽ മുടങ്ങാതെ തന്നെ അഷ്ടാഭിഷേകം മുടങ്ങാതെ നടക്കുന്നുണ്ട്. അഭീഷ്ടകാര്യ സിദ്ധിക്കായിട്ട് അഷ്ടാഭിഷേകം നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ ചതുർത്ഥിക്ക് ഗണപതിക്ക് വിഘ്നേശ്വരന് അഷ്ടാഭിഷേകം നടക്കുന്നുണ്ട്. കൂടാതെ ഷഷ്ടിക്ക് എല്ലാ ഷഷ്ടിക്കും മുരുകഭഗവാന് അഷ്ടാഭിഷേകമുണ്ട്. പിന്നെ മലയാള മാസം 1-ാം തീയതി 27 നക്ഷത്രക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നക്ഷത്ര സമൂഹമായിട്ട് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്താറുണ്ട്. അതും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. കാര്യം ഓരോ ദിവസവും ഓരോ നക്ഷത്രത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് എല്ലാവരെയും നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അവരുടെ നക്ഷത്രം അനുസരിച്ച് ഗണപതി ഹോമം വിഘ്നേശ്വരൻ നടത്തുന്നുണ്ടെങ്കിലും നമുക്ക് 1-ാം തീയതി മലയാളം 1-ാം തീയതി ഭഗവാന്റെ ദിവസമാണ്. അന്ന് 27 നക്ഷത്രക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമായിട്ട് തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. കൂടാതെ വിനായക ചതുർത്ഥി വളരെ പ്രാധാന്യമാണ്. പ്രത്യക്ഷ ഗണപതി ഹോമമാണ് ഇതുവരെ 2 വർഷക്കാലമായിട്ട് പ്രത്യക്ഷ ഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് എന്നീ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ നടന്നു. അതും ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. കൂടാതെ നമ്മുടെ ബ്രഹ്മരക്ഷസിന് വളരെ പ്രാധാന്യമാണ് ഇവിടെ. കാര്യം ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം നേർന്ന് എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ കാര്യം സാധിച്ചു കൊടുക്കുന്നൊരവസ്ഥയാണ്. പിന്നെ അഭീഷ്ടവരദായിനിയായ ഭഗവതിയോട് മനസ്സറിഞ്ഞ് എന്ത് പറയുകയാണെങ്കിലും അമ്മ സാധിച്ചു കൊടുക്കുന്നൊരവസ്ഥ തന്നെയാണ് ഇന്നുവരെ നടന്നു വരുന്നത്. വരും ദിവസങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം 2-ാം ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ 3-ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ഒരു കേരളത്തിലെ തന്നെ ഒരു മഹാക്ഷേത്രമായിട്ട് മാറുന്ന അവസ്ഥ തന്നെയാണ് നമുക്കിവിടെ ദർശിക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ നാട്ടുകാർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ. നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും ഐശ്വര്യദായിനിയായ ദേവിയുടെ പുനർനിർമ്മാണത്തിന് ഞങ്ങളുടെ പുതിയ കമ്മിറ്റി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിച്ചത്. 4 മാസത്തിനകത്ത് ആ ജോലി പൂർത്തീകരിക്കുവാൻ ദേവിയുടെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടായി. അതിൽ ഞങ്ങൾ ദേവിയുടെ ദാസന്മാരായി ദേവിയുടെ മുൻ ജന്മത്തിൻ്റെ ഒരു സാഫല്യമാണ് ഇപ്പം ഞങ്ങൾക്കെല്ലാം കിട്ടിയത്. അത് ഈ നാട്ടിൽ മൊത്തം ജനങ്ങളുടെയും ഒരു ഭക്തി നിർഭരമായ പ്രാർത്ഥന കൂടിയായിരുന്നു. അതുപോലെ അതിൽ നിന്നെല്ലാം ഞങ്ങളെ അതിശയിപ്പിച്ച 1-2 കാര്യങ്ങൾ ഇവിടെ ഉണ്ടായി. ദേവിയുടെ പുനർപ്രതിഷ്ഠ മുമ്പായിട്ട് ഞങ്ങൾ കമ്മിറ്റി തീരുമാനിച്ചു. അതിനൊരു ദിവസം തീരുമാനിച്ചില്ലെങ്കിലും ദേവിയുടെ മുമ്പ് ഞങ്ങൾ സത്യം ചെയ്തു ഒരു ദിവസം, ഒരു തീയതി. ആ തീയതിക്ക് മുന്നേ ഞങ്ങൾക്ക് ആ പുനഃപ്രതിഷ്ഠ ചെയ്ത് പൂർത്തിയാക്കുവാൻ ഞങ്ങളോടൊത്ത് ഞങ്ങളെക്കാളും വളരെ താല്പര്യപൂർവ്വം നിന്ന് ഇതിൻ്റെ കോൺട്രാക്ടർ മണിയൻ്റെ കുറിപ്പുണ്ട്. അദ്ദേഹത്തിനും ആ ദേവിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഇതിനെല്ലാ കാലം ഞങ്ങൾക്ക് അതിശയമായിട്ട് വന്നത്, ഞങ്ങൾ ഇവിടെ ദേവിയുടെ ഈ പുനർനിർമ്മാണത്തിനുള്ള ക്ഷേത്ര നിർമ്മാണത്തിനുള്ള വാനം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദേവിയുടെ ഗർഭഗൃഹത്തിൻ്റെ താഴെ ഞങ്ങൾ മണ്ണ് മാറ്റാൻ ഞങ്ങൾ നിന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം അതിശയമായ ഒരു സംഭവം അവിടെ ഉണ്ടായി. തൊട്ടപ്പുറത്ത് ഞങ്ങൾ വാനം വെട്ടാൻ ആൾക്കാർ നിർത്തിയിരുമ്പോൾ നല്ല കലക്ക വെള്ളമായിരുന്നു. അത് നല്ല കട്ടിയുള്ള കലക്ക വെള്ളമായിരുന്നു. ഈ ദേവിയുടെ ഗർഭഗൃഹം ശ്രീകോവിലിൻ്റെ ഭാഗത്ത് ഞങ്ങൾ കുഴിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് കടലിലെ വെള്ളം, നല്ല നീല കളറിലുള്ള വെള്ളം നിറഞ്ഞു വരുന്നതാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ കൈക്ക് വാരി മുഖത്ത് കണ്ണീർ പോലത്തെ വെള്ളമായിരുന്നു അത്. ആ ശക്തി, ആ ഐശ്വര്യം, ആ ശുദ്ധി ആണ് ഇത്. ഇത്രയും ഞങ്ങളെ ബോധ്യപ്പെടുത്തിത്തന്നു ഞങ്ങളുടെ അമ്മ. എല്ലാം ഇവിടെ ഉണ്ട്, ഞാനുണ്ട് എന്നുള്ളത് അമ്മ ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത്. അത് എൻ്റെ അഭിപ്രായത്തിൽ ഈ 4-5 മാസം കൊണ്ട് ഇതുപോലെ ഒരു ക്ഷേത്രം, 750 വർഷത്തോളം പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം. പണ്ട് കളരി ദേവതയായിരുന്നു, അന്ന് ഭദ്രകാളിയായിരുന്നു. അതിനുശേഷമാണ് പരാശക്തിയിലേക്ക് പ്രതിഷ്ഠ മാറിയത്. അത് ഓരോരോ ഐതിഹ്യങ്ങളും കാരണങ്ങളും ഉണ്ട്. അതല്ല എങ്കിലും ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ 4-4.5 മാസത്തിനകത്ത് ഇതുപോലെ ഒരു ക്ഷേത്രം നിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ളത് ക്ഷേത്ര നിർമ്മാണ ചരിത്രത്തിൽ ഒരു അത്ഭുതമാണെന്നാണ് ഞങ്ങളെല്ലാം കരുതുന്നത്. അത് ഒരുപാട് പ്രസിദ്ധരായ സ്വാമിമാരെല്ലാം ഇവിടെ വന്നു. ഞങ്ങൾ പറഞ്ഞപ്പോൾ അവരാരും വിശ്വസിച്ചില്ല. 2 വർഷമെങ്കിലും കഴിഞ്ഞാണോ ഇല്ലെന്നാണ് ചോദിച്ചത്. ഇവിടുത്തെ ഞങ്ങൾ ആ ചാർത്തെടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ അവരും
ആ സ്വാമിമാരെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഇതെങ്ങനെ സാധിച്ചു? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളല്ല, ഞങ്ങളുടെ അബ്ബയാണ്, ഞങ്ങളുടെ ദേവിയാണ് ഞങ്ങൾക്ക് ഇത്രയും ഇത് ചെയ്യുവാനുള്ള ശക്തിയും അതിനുള്ള സാമ്പത്തികവും ഉണ്ടാക്കി തന്നത് എന്ന് ഞങ്ങൾ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു. ഒരുപാട് ആൾക്കാർ വന്ന് വളരെ വളരെ പിന്നെ അറിവുള്ളവർ, ക്ഷേത്രവുമായിട്ട് അറിവുള്ളവരാണ് ഇവിടെ വന്ന് ഇതെല്ലാം ഞങ്ങൾ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, അവരെല്ലാം അതിശയിച്ചു പോയി. അത് അതിശയിച്ചതല്ല, നമ്മുടെ ഇവിടുത്തെ ഈ നാട്ടിൻ്റെ ദേവിയുടെ ശക്തി ഓരോ ഭക്തജനങ്ങളിലും ഉണ്ട്. ഇത് മാത്രമല്ല, ഞങ്ങൾക്ക് ശക്തി പകർന്നു തന്നതെല്ലാം ഇവിടുത്തെ ഭക്തജനങ്ങളാണ്. ഇവിടെയും ഇതിനപ്പുറത്തുമുള്ള ഭക്തജനങ്ങൾ ഞങ്ങൾ കൈനീട്ടി ചെന്നാൽ എല്ലാവരും അവരെ കൊണ്ട് സാധിക്കുന്നുള്ളത്, അവരുടെ സാമ്പത്തികമനുസരിച്ചുള്ളതെല്ലാം ദേവിക്ക് വേണ്ടി കാണിക്കയായി സമർപ്പിച്ച് അത് ഞങ്ങൾ ഒരുമിച്ച് സ്വരൂപൂട്ടിയെടുത്ത് ഇത്രയും ഉണ്ടാക്കിയെടുത്തു. ക്ഷേത്രത്തിന് ഐശ്വര്യമായ ക്ഷേത്രത്തിൻ്റെ ഇന്ന് ഏത് പ്രദേശത്തു നിന്നും ഇവിടെ വന്നവരും ഈ ക്ഷേത്രം കണ്ട് അത്ഭുതപ്പെട്ട് ഭക്തി നിർഭരമായ മനസ്സോടുകൂടിയാണ് അവരിവിടെ നിന്ന് മാറിപ്പോകുന്നത്. വീണ്ടും അവർ തിരിച്ചു വരുന്നുണ്ട്. ഇത്രയോ മൈലുകൾക്ക് അപ്പുറത്തു നിന്ന് ഒരാൾ വീണ്ടും അവർക്കൂടെ വരാനുള്ള സന്മനസ് ഉണ്ട്. അതിനുള്ള അനുഗ്രഹവും ദേവി കൊടുക്കുന്നുണ്ട്. ഇത് ഇനിയും ഇത് എനിക്ക് ഇതുള്ളത് ഇപ്പോഴത്തെ ഈ കമ്മിറ്റിയിലുള്ള ഞാനിവിടെ ഉള്ളവർക്ക് ഇങ്ങനെ ഒരു നിയോഗമുണ്ടായത് മുൻ ജന്മത്തിൻ്റെ സുഹൃതം, അതിൻ്റെ ബാക്കിയാണ് ഇപ്പോഴും പൂർത്തീകരിക്കാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പിന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു ജോലികൾ പൂർത്തിയാക്കുവാൻ തീർച്ചയായിട്ടും എത്രയോ ജന്മങ്ങൾ കാത്തിരുന്ന ഒരു പുണ്യമാണ് ഞങ്ങൾക്കെല്ലാം കിട്ടിയത്. അതിന് ഞങ്ങൾക്ക്, ഞാനിവിടുത്തെ ദാസനാണ് ദേവിയെ, അതെല്ലാവർക്കും എനിക്ക് സ്ഥാനമില്ല, ഞാനിവിടുത്തെ ദാസനാണ്. അതുപോലെ തന്നെ എന്നോട് നിൽക്കുന്ന എല്ലാവരും അത് ഇനിയും മുന്നോട്ട് പോകാൻ ദേവിയുടെ അനുഗ്രഹവും ഈ ഭക്തജനങ്ങളുടെ സഹകരണവും ഞങ്ങൾക്കുണ്ടാകും. അതിന് ദേവി ഞങ്ങളെ എപ്പോഴും അനുഗ്രഹിക്കും. ആ ഒരു നല്ല മനസ്സോടുകൂടി ഞാനിത് നിങ്ങളടുത്ത് പറയുന്നു. നമസ്തേ. 2025 പ്രതിഷ്ഠയുടെ ഭാഗമായിട്ട് പുനരുദ്ധാരണം ചെയ്യാൻ വേണ്ടി എന്നെയാണ് ക്ഷേത്രം ചുമതലപ്പെടുത്തിയത്. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. അത് ഒരു 110 ദിവസം കൊണ്ടാണ് ഈ ക്ഷേത്രം ഈ രീതിയിൽ ആക്കിയിട്ടുള്ളത്. അതിൽ എല്ലാ രീതിയിലും അമ്മയോടും നമ്മളെ കൂടെ പ്രവർത്തിച്ച എല്ലാ വർക്കർമാരോടും ഞാൻ അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുകയാണ്. 57 അടി ഇലങ്കം എന്ന ചുറ്റളവിലുള്ള പഴയ പ്രകാരം തന്നെ അതിലൊരു മാറ്റം വരാതെയാണ് ഇപ്പോൾ പുതുതായി നിർമ്മിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്ര നിർമ്മാണം ചെയ്തിരിക്കുന്നത് കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മെറ്റീരിയൽസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അധിഷ്ഠാനം, അതായത് തറ നിർമ്മിച്ചത് കേരളത്തിൽ നിന്ന് തന്നെ കിട്ടിയ കൃഷ്ണശൈല ഉപയോഗിച്ചാണ്. മരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല മൂപ്പ് കൂടിയ തേക്കും കമ്പകവും കൊണ്ടാണ് മേൽക്കൂരയും അതിൻ്റെ സൈഡ് അഴികളും എല്ലാം ചെയ്തിട്ടുള്ളത്. മുകളിൽ കേരളത്തനിമയാർന്ന ഓട് വെച്ചാണ് അതും ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള ഉപക്ഷേത്രങ്ങൾ ബേസ്മെൻറ്റ് തറ കൃഷ്ണശിലയിലും ഭിത്തി കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന വെട്ടുകല്ലിലുമാണ് ചെയ്തത്. മേൽക്കൂര തേക്കിലും അതിന് മുകളിൽ ഓട് ബാക്കി. ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊണ്ടാണ് ഇപ്പോൾ ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. നമസ്കാരം. എൻ്റെ പേര് അനിൽ. ഞാൻ മലപ്പുറം ജില്ലയിൽ തിരുനാവായിലാണ് എൻ്റെ വീട്. ഞാൻ എൻ്റെ ആശാൻ മണിയേട്ടൻ്റെ കൂടെ ഒരു 10-15 വർഷമായി ജോലി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് പിന്നെ നമ്മൾ ഈ ബാലാലയത്തിനാണ് ആദ്യമായിട്ട് വന്നത്. എന്നാൽ വന്ന സമയത്ത് പിന്നെ ഈ ജിനിച്ചേട്ടനും ഇവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ എന്നോട് ചോദിച്ച് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ വർക്ക് നിങ്ങൾക്ക് തീർക്കാൻ കഴിയുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ മണിയേട്ടൻ്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ കൂടെ അന്ന് വേറെ 1-2 ആളുണ്ടായിരുന്നു. അപ്പോൾ മണിയേട്ടൻ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ആ പറഞ്ഞ സമയം കൊണ്ട് എന്തായാലും നമുക്ക് തീർക്കാൻ കഴിയും. ആ ഒരു എനർജി ഒക്കെ ഉണ്ടാവും. ആ രീതിയിൽ തന്നെ ഇവർ പറഞ്ഞ സമയം കൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന രീതിയിലൊക്കെ അത് ഭംഗിയായിട്ട് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. നമ്മൾ ഈ വർക്ക് ഇത്ര പെട്ടെന്ന് തീരാനുള്ളൊരു കാരണം ഇവിടുത്തെ കമ്മിറ്റിക്കാരെ നമ്മോടുള്ള സഹകരണം എല്ലാം തന്നെയാണ്. നമ്മൾ എന്തൊരു കാര്യം ആവശ്യപ്പെട്ടാലും അത് കറക്റ്റ് സമയത്ത് തന്നെ എത്തിക്കാനും നമ്മളെ കൂടെ എല്ലാത്തിനും
നിൽക്കാനും പറ്റിയൊരു ടീം തന്നെയാണ് ഇവിടുത്തെ കമ്മിറ്റി. അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ ക്ഷേത്രത്തിനകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രത്യേക ഒരു എനർജി കിട്ടുന്നുണ്ട്. പിന്നെ ഇത്ര സമയം കൊണ്ട് ഈ പണി തീർന്നതിൽ നമുക്ക് തന്നെ ഈ ദേവിയുടെ ശക്തി നമ്മളിൽ ഉള്ളതായിട്ട് നമുക്ക് പ്രത്യേക ഒരു തോന്നലും കൂടെ, അതായത് ഉള്ളുന്ന് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ. നമ്മൾ ഈ ഓരോ ഘട്ടം പണി തീർക്കുമ്പോഴും യാദൃച്ഛികമായിട്ട് നമുക്കിങ്ങനെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തി ഉള്ളുന്നത് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ഇവിടുത്തെ കമ്മിറ്റിക്കാർ നമ്മളെ കൂടുതൽ അവർ എന്ത് പറഞ്ഞാലും അവരത് എന്ത് ആയിക്കോട്ടെ, മെറ്റീരിയൽ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ നമുക്ക് എത്തിക്കുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യമായാലും പിന്നെ ഇത്രയും നല്ലൊരു നമുക്ക് കിട്ടിയതിൽ ഏറ്റവും നമ്മളെ ഒരു ഗുരുനാഥൻ്റെ സ്ഥാനമാണ് മണിയേട്ടം, അതായത് ശില്പി മണികണ്ഠക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കാരണം കേരളത്തിനകത്തും പുറത്തും നിരവധി ക്ഷേത്രങ്ങൾ അദ്ദേഹം പണിതിട്ടുണ്ട്. അതും എന്താ പറയുക, അത് അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവുകൾ കൃത്യനിഷ്ഠത, അതാണ് അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ പ്രത്യേകത. എന്ത് ആയിക്കോട്ടെ, തിരുമേനി ആയിക്കോട്ടെ, അവർ അതാരാണോ അതിൻ്റെ കണക്കൻ, അതിൻ്റെ ഓർഡർ പ്രകാരം അദ്ദേഹം വളരെ വൃത്തിയായിട്ട് എല്ലാ കാര്യവും ചെയ്യും. അതിന് അദ്ദേഹത്തിന് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു കുരുത്തം കൂടി ഈ കാര്യത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം നിരവധി ക്ഷേത്രങ്ങൾ പണിത എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തിന്. പിന്നെ ഞങ്ങൾക്ക് പറയാച്ചെങ്കിൽ, ഞങ്ങൾക്ക് ഈ വർക്കേഴ്സിന് പറയാച്ചെങ്കിൽ അവരുടെ കൂടെ പണിയാൻ കിട്ടിയത് ഞങ്ങളുടെ വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നത്. നിരവധി ക്ഷേത്രങ്ങൾ പണിയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയത് അദ്ദേഹത്തിന്. ഞങ്ങളൊരു കുറച്ച് ടീം ഇതിന് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളൂ. ഇതേമാതിരി പല ഭാഗങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആൾക്കാർ പല ഭാഗങ്ങളായിട്ടും പിന്നെ കുറേ സ്ഥലങ്ങളിൽ പണിയുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ഈ പണിയാൻ കിട്ടിയതിൻ്റെ ഈ ദേവിയുടെ അനുഗ്രഹമാണ്. അതിൽ ഞങ്ങൾക്കൊരു ഭാഗ്യമായിട്ട് കരുതുന്നുണ്ട്.